ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഫ്ലവറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹാർപിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാനിന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 4 ഹാർപിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. 3 ബ്ലൂ ബോട്ടിലും ഒരു യെല്ലോ ബോട്ടിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് കട്ടി കുറഞ്ഞ ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഹാർപിക്കിൻ്റെ ബോട്ടിൽ തന്നെ വേണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതില്ലാത്തവർ വേറെ ടൈപ്പ് നമ്മൾ ഈ സ്പ്രൈറ്റും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങില്ലേ, ഷാമ്പൂവിൻ്റെ ബോട്ടിൽസ്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഹാർപിക്കിൻ്റെ ബോട്ടിൽസ് ഇല്ലാത്തവർ അതൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോട്ടിൽസും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കളറുള്ള ബോട്ടിൽസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം പെയിൻറ്റിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പം നിങ്ങൾ കൂടുതലും കളറുള്ള ബോട്ടിൽസൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ അധികം കട്ടിയുള്ള ബോട്ടിൽസൊക്കെ എടുക്കരുത്, നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കട്ടി കുറഞ്ഞ ബോട്ടിൽസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ബോട്ടിൽസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ മാർക്കർ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുവാണ്. നമുക്കിങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഫ്ലവർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറേ ഫ്ലവറുകൾ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഫ്ലവറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത ഫ്ലവറിന് ഇതളുകളൊക്കെ ഒന്ന് മുകളിലേക്കൊന്ന് മടക്കി ഒന്ന് ഷേപ്പാക്കി എടുക്കുക. കൈ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയൊക്കെ കൊടുത്താൽ മതി, വലിയ പാടൊന്നുമില്ല. പ്ലാസ്റ്റിക്കിന് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ കൈ വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ അതുപോലെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവറും കൂടി ഒന്ന് മടക്കി കൊടുത്ത് കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുള്ള് ഫ്ലവറൊക്കെ ഒന്ന് അതിൻ്റെ ഇതളൊക്കെ നന്നായിട്ട് മടക്കി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറൊക്കെ ഒന്ന് കമ്പിയിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ കട്ടി കുറഞ്ഞ കമ്പിയാണ് അതിനെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കമ്പിക്ക് പകരം വേണമെങ്കിൽ ഈർക്കിലി ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. ഫസ്റ്റ് നമുക്ക് ആ കമ്പിയിൽ ഫ്ലോറൽ ടേപ്പ് വെച്ചിട്ട് ഫുള്ളൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ ടേപ്പ് ഇല്ലെങ്കിൽ അതിന് പകരം വേണമെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ കുറേ കമ്പി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറൊക്കെ ഈ കമ്പിയിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ആ കമ്പിയുടെ ഒരു സൈഡ് ചെറുതായിട്ട് ഞാനൊന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലവർ ഒട്ടിക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവറും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഫ്ലവർ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെറിയൊരു ഷെയ്ഡും കൂടെ കൊടുക്കാം. റെഡ് കളർ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.